കോൾ ഔട്ടുകൾ നമുക്ക് ആഫ്റ്റർ എഫക്റ്റിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ നമുക്കൊരു കോൾ ഔട്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ട്രാക്ക് ചെയ്തൊരു പൊസിഷനിൽ എങ്ങനെ കോൾ ഔട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏത് വീഡിയോ ആണ് ഇടേണ്ടത് അത് കമ്പോസിഷൻ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ശേഷം ഒരു പുതിയ കമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. അതിലാണ് നമ്മൾ കോൾ ഔട്ട് ഉണ്ടാക്കാൻ പോണത്. എന്നിട്ട് നമ്മൾ മുകളിൽ ടൂൾസിൽ ഷേപ്പ് ടൂൾ ഉണ്ട്. ഷേപ്പ് ടൂൾ എടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിലുള്ള ഒരു ഷേപ്പ് ടൂൾ എടുക്കുക. നമുക്കത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂമ ആക്കി കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ എന്നിട്ട് ഇവിടെ ഒരു സ്ക്വയറിന്റെ എടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു സ്ക്വയർ ഇങ്ങനെ വരച്ചു. സോ നമ്മളൊരു സ്ക്വയർ ഷേപ്പ് ആദ്യം വരച്ചു. അതിനുശേഷം നമുക്ക് ഇനിയിപ്പോ കോൾ ഔട്ട് എന്ന് പറയുമ്പോൾ ലൈൻ വരയ്ക്കണോ, ലൈൻ വരയ്ക്കാനായിട്ട് പെൻ ടൂൾ എടുക്കുക. പെൻ ടൂൾ എടുത്തിട്ട് അവിടുന്ന് നമുക്ക് എങ്ങനെയാണ് ഡയറക്ഷൻ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ലൈൻ വരച്ചു കൊടുക്കുക. ഇപ്പൊ ഞാൻ ഇങ്ങനെ നേരെ വെച്ചിട്ട് പറയാം, താഴെ കൂടി വരച്ചു. അപ്പൊ കണ്ട ഏകദേശം കോൾ ഔട്ടിന്റെ ഒരു സെറ്റപ്പ് ആയി. ഇനി നമുക്കിത് അനിമേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ടെക്സ്റ്റും ആഡ് ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നമ്മളെ കമ്പോസിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ലെയർ വരും. ടെക്സ്റ്റ് ലെയർ എടുത്തിട്ട് നമുക്ക് ഏത് ടെക്സ്റ്റ് എന്ത് ടെക്സ്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്തിട്ട് ആ ടെക്സ്റ്റ് എവിടെയാണോ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ടുവന്ന് സൈസ് ഒക്കെ റീസൈസ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ഷേപ്പും ആ ലൈനൊക്കെ അനിമേറ്റ് ചെയ്യണം. അതിനായിട്ട് ലെഫ്റ്റ് സൈഡിൽ ടൈം ലൈനിൽ ആഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ അതിൽ ട്രിം പാത്ത് എന്നൊരു ഓപ്ഷൻ കാണാം. അതെടുത്തിട്ട് അതിൽ നമുക്ക് ട്രിം പാത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്റ്റാർട്ടും എൻഡ് പോയിന്റും കാണാൻ പറ്റും. നമ്മൾ സ്റ്റാർട്ടും എൻഡ് പോയിന്റും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എൻഡ് പോയിന്റ് നമ്മൾ 100 അല്ലെങ്കിൽ 0 ആക്കിയിട്ട് സ്റ്റാർട്ട് പോയിന്റ് നമുക്ക് അത് എങ്ങനെയാണോ നമ്മുടെ മൂവ്മെന്റ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിക്ക് നമ്മൾ അത് അനിമേറ്റ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് പോയിന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ സ്റ്റാർട്ട് പോയിന്റിൽ ഒരു ഇതിപ്പോ 0 വെച്ചിട്ട് എൻഡ് പോയിന്റിൽ 100 ആക്കി വെക്കുക, അല്ലെങ്കിൽ എൻഡ് പോയിന്റിൽ 100 ആക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് മൂവ്മെന്റ് വേണ്ടത് അങ്ങനെ വെച്ചിട്ട് കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കണ്ടോ ആ ലൈനിന് നമ്മൾ അനിമേറ്റ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ സെയിം സംഭവം തന്നെ നമ്മുടെ ആ സ്ക്വയറിനും കൂടി ചെയ്യുക, സ്ക്വയർ ഷേപ്പിനും കൂടി ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ തന്നെ ആഡ് കൊടുത്തിട്ട് ആഡ് ചെയ്യുന്നിടത്ത് ആഡ് കൊടുത്തിട്ട് ട്രിം പാത്ത് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ പ്രോപ്പർട്ടി എടുത്തിട്ട് അതിൽ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും 100ഉം 0 ആക്കി കൊടുക്കുക. എന്നിട്ട് അതും കീ ഫ്രെയിം ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു അനിമേഷൻ വരും. അതുപോലെ തന്നെ ടെക്സ്റ്റിന് നമുക്ക് ഒപ്പാസിറ്റി കൊടുക്കാം. അതിനൊരു ടെക്സ്റ്റ് ലെയർ എടുത്തതിന് ശേഷം ട്രാൻസ്ഫോമിൽ ഒപ്പാസിറ്റി ഫസ്റ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് 0 ആക്കിയിട്ട് കീ ഫ്രെയിം ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് നീക്കിയിട്ട് നമുക്ക് എവിടെ വെച്ചാണ് ടെക്സ്റ്റ് അപ്പിയർ ആവേണ്ടത് അവിടേക്ക് നീക്കിയിട്ട് അത് 100 ആക്കി കൊടുക്കുക. കീ ഫ്രെയിം അപ്പോൾ ഓട്ടോമാറ്റിക് വന്നോളും. എന്നിട്ട് അത് എല്ലാ കീ ഫ്രെയിമും ഈസീസ് ആയി കൊടുക്കുക. F9 ഞെക്കിയിട്ട് ഈസീസ് ആയി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അനിമേഷൻ അങ്ങനെ സെറ്റ് ആയി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ആ വീഡിയോ എടുത്തിട്ട് നമ്മൾ അത് ആദ്യം ട്രാക്ക് ചെയ്യുക. ഞാൻ ഇപ്പോൾ കുറച്ചുകൂടി സെറ്റപ്പ് ആയിട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അത് ട്രാക്ക് ചെയ്തിട്ട് ഒരു ട്രാക്ക് പോയിന്റ് എടുക്കുക. ട്രാക്ക് പോയിന്റ് എടുത്തതിന് ശേഷം നമ്മൾ ടെക്സ്റ്റോ അല്ലെങ്കിൽ റൈറ്റിലേക്ക് വെക്കുമ്പോൾ ക്രിയേറ്റ് ടെക്സ്റ്റ് ആൻഡ് സോളിഡ് അല്ലെങ്കിൽ ക്രിയേറ്റ് സോളിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ടെക്സ്റ്റോ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാനിവിടെ ടെക്സ്റ്റ് ആൻഡ് ക്യാമറയാണ് സെലക്ട് ചെയ്യണേ. അപ്പൊ ക്രിയേറ്റ് ടെക്സ്റ്റ് ആൻഡ് ക്യാമറ സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ലെയർ 3Dയിലുള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാമറ ലെയറും വന്നിട്ടുണ്ട്. ശേഷം നമ്മൾ അത് എവിടെയോ പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം നമ്മുടെ കോൾ ഔട്ട് നമ്മൾ ഉണ്ടാക്കിയത് പ്രൊജക്റ്റിൽ കിടക്കുന്നുണ്ടാവും. അത് നേരെ ട്രാക്ക് ചെയ്ത് ടെക്സ്റ്റ് ടൂളിന്റെ മുകളിൽ വെച്ചു കൊടുക്കുക ടൈം ലൈനിലേക്ക്. അതിനുശേഷം നമ്മുടെ ഈ ടെക്സ്റ്റ് ടൂളിന്റെ പ്രോപ്പർട്ടീസിൽ ട്രാൻസ്ഫോമിൽ പൊസിഷൻ Ctrl+V+C ഞെക്കിയിട്ട് കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ആ കോൾ ഔട്ടിന്റെ ട്രാൻസ്ഫോമിൽ പൊസിഷനിലേക്ക് Ctrl+V ഞെക്കി പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കോൾ ഔട്ട് അവിടെ ട്രാക്ക് ആയിട്ടുണ്ടാവും. ട്രാക്ക് ആയതിനു ശേഷം ഒന്നല്ലെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റ് ലെയർ ഡിലീറ്റ് ആക്കാം, അല്ലെങ്കിൽ അത് അവിടെ ലെഫ്റ്റ് സൈഡിൽ ഇൻവിസിബിൾ ആക്കി ഇട്ടാലും മതി. അപ്പൊ നമ്മുടെ കോൾ ഔട്ട് അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. കോൾ ഔട്ട് അവിടെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള കുറെ കോൾ ഔട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് അതിൽ DM മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഇതുപോലത്തെ കോൾ ഔട്ടുകൾ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കോൾ ഔട്ട് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ടൈം ഒക്കെ എടുത്ത് നമുക്ക് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ഇതുപോലെ കോൾ ഔട്ട്സ് ഉണ്ടാക്കി അനിമേറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കോൾ ഔട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കോൾ ഔട്ട് പാക്കുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അത് കയറിയിട്ട് DM മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം.